തൊഴിൽ രഹിതരുടെ ഏറ്റവും വലിയ ആശ്രയമായിട്ടാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ കാണുന്നത്, അല്ലെങ്കിൽ PSCയെ കാണുന്നത്. ഒരു വർഷം അല്ലെങ്കിൽ പ്രതിവർഷം 30,000 പേർക്ക് വരെ തൊഴിൽ നൽകുന്നു എന്നാണ് കണക്കുകളിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ ആ PSC ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ്. അതും PSC നടത്തിയ പരീക്ഷകളിൽ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് അവസാനത്തെ ആരോപണം. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ചീഫ് പദവിയിലേക്ക്, അതായത് ശമ്പളം തുടക്കത്തിൽ തന്നെ 1 ലക്ഷത്തിന് മുകളിൽ ലഭിക്കുന്ന ആ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ വലിയ തരത്തിലുള്ള അഴിമതി നടന്നു എന്നാണ് ആരോപണം. ഈ ആരോപണം ഉന്നയിച്ചത് ഉദ്യോഗാർത്ഥികൾ തന്നെയാണ്. അതിൽ രാഷ്ട്രീയമില്ല. 7 വേക്കൻസികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ചില ആളുകൾക്ക് ജോലി ലഭിച്ചതിന് പിന്നിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ആ തസ്തികയിലേക്ക് ജോലി നൽകിയതിൻ്റെ പേരിൽ വലിയ സംശയങ്ങൾ പല ഉദ്യോഗാർത്ഥികളും ഉന്നയിച്ചു. കാരണം എഴുത്തു പരീക്ഷയിൽ കൃത്യമായ മാർക്ക് ലഭിച്ചില്ല എന്നായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പരാതി. അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. അവിടെ നിന്നുള്ള ഉത്തരവ് വാങ്ങി PSCക്ക് പിന്നാലെ അവർ കൂടി. അവസാനം ഉത്തരപേപ്പറുകൾ അവർക്ക് നൽകേണ്ടി വന്നു. ആ സമയത്താണ് ആ വലിയ കളവ് പുറം ലോകം അറിയുന്നത്. 10 ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ 10 ഉത്തരങ്ങൾക്ക് അല്ലെങ്കിൽ 10 ഉത്തരങ്ങൾ കൃത്യമായി അതിന് മാർക്കിട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് പരിശോധിച്ചിട്ടില്ല എന്ന്. ഇതിൻ്റെ അർത്ഥം ആ 10 ഉത്തരങ്ങൾ കൃത്യമായി എഴുതിയിരുന്ന അല്ലെങ്കിൽ എഴുതിയ പലരും ആ റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടുമായിരുന്നു, അല്ലെങ്കിൽ ചിലർക്കൊക്കെ അവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. അതിനു പകരം ഏതോ ഒരാളിനെ PSCയിലെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പട്ടികയിൽ 1-ാം സ്ഥാനക്കാരനാക്കി ജോലി നൽകിയെന്നാണ് പുതിയ ആരോപണം. അതായത് ഈ ജോലി കിട്ടാൻ അർഹരായ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരാൾക്ക് ജോലി നൽകി എന്നുള്ളതാണ് പുതിയ ആരോപണമായി ഉയർന്നിട്ടുള്ളത്. ഇതിൻ്റെ പിന്നാലെ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിഷയം ചർച്ചയായ ഉടൻ തന്നെ PSC അന്വേഷണത്തിന് തയ്യാറായി. അവർ ചെയർമാൻ നിർദ്ദേശിച്ച ഒരാൾ അന്വേഷണം ആരംഭിച്ചു. എന്നാൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ പറയുന്നു മാർക്ക് വീണ്ടും പുനഃപരിശോധിക്കാമെന്നും ഉത്തരക്കടലാസുകൾ വീണ്ടും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഉദ്യോഗാർത്ഥികൾ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ഈ പരീക്ഷയിൽ വലിയ അട്ടിമറി നടന്നുവെന്നാണ്. എന്തായാലും സർക്കാർ ഇതിന് ഒരു അന്വേഷണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്ര ഏജൻസിയോ അതല്ലെങ്കിൽ സംസ്ഥാന വിജിലൻസോ ഇത് അന്വേഷിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ തന്നെ ഉയർന്നിട്ടുണ്ട്, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിൽ. കാരണം PSCയിൽ വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. PSC ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അതിൽ സാധാരണഗതിയിൽ സർക്കാർ ഇടപെടാറില്ല, രാഷ്ട്രീയക്കാർ ഇടപെടാറില്ല. പക്ഷേ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ PSCക്ക് എതിരാണ്. പ്രത്യേകിച്ചും ചില രാഷ്ട്രീയ ഇടപെടലുകൾ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് അതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. ഇവിടെ തൊഴിൽ രഹിതരുടെ ദുഃഖം മനസ്സിലാക്കാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇതിന് പിന്നിലെന്നുള്ള ആരോപണവും ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് അത്ര വേഗം കയറി PSCയിൽ അന്വേഷണം നടത്താൻ കഴിയുകയില്ല. കാരണം അതൊരു സ്വതന്ത്ര സ്ഥാപനമാണ്. അതിന് സ്വന്തമായൊരു ഭരണഘടനയുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഏകദേശം 20ഓളം ആളുകളാണ് ഇപ്പോൾ PSCയിൽ അംഗങ്ങളായിട്ടുള്ളത്. നല്ല ശമ്പളം, അതായത് 1 ലക്ഷത്തിലധികം രൂപ ശമ്പളം, പിന്നീട് DA, വാഹനം, പിന്നീട് റെസ്റ്റ് ഹൗസുകൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും വാരിക്കോരി അവർക്ക് നൽകിയിട്ടുണ്ട്. PSCയിലെ അംഗങ്ങളുടെ ബദ്ധ വർദ്ധിപ്പിച്ചത് തന്നെ വലിയ ചർച്ചയായി മാറി. എന്തിനാണ് ഇത്രയധികം ശമ്പളം അല്ലെങ്കിൽ ഇത്രയധികം ബദ്ധ അവർക്ക് നൽകുന്നതെന്നത് പല ആളുകളും ഉന്നയിച്ച ചോദ്യമായിരുന്നു. ഇപ്പോൾ അത് വലിയ തരത്തിലുള്ള ചർച്ചയായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് രാഷ്ട്രീയക്കാർ അകത്തും പുറത്തും ഒരുപോലെ പിടിമുറുക്കുന്നത്, പ്രത്യേകിച്ചും PSCയിൽ കടന്നുകൂടുന്നതിന് വേണ്ടി. ഒരു PSC മെമ്പറായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവർക്ക് രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ, അതിനുമപ്പുറം സാമ്പത്തികപരമായ നേട്ടം, ഇതെല്ലാം ലഭിക്കുന്നു എന്നാണ് ചില ആളുകൾ അടുക്കം പറയുന്നത്. എന്തായാലും PSCയിലേക്ക് അന്വേഷണം എത്തുമ്പോൾ ചിലരൊക്കെ കുരുങ്ങാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ PSCയിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളത് പുറം ലോകത്തിന് അറിയാനുള്ള അവസരമൊരുങ്ങുമോ? അതാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുകയാണ്. ഒരു പക്ഷേ വിജിലൻസ് അന്വേഷിക്കുമായിരിക്കാം,
അതിന് വേണ്ടത് നിയമ ഉപദേശമാണ്. അതിനുള്ള നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ചു എന്നാണ് അറിയുവാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ PSC ഒരു വലിയ ചർച്ചയായി മാറും. ഇതുവരെ നടന്നിട്ടുള്ള നിയമനങ്ങളൊക്കെ പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഉത്തരക്കടലാസ് പരിശോധിക്കാതെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് കേരളത്തിൽ ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. ചില ആളുകൾ പറയുന്നതനുസരിച്ച് ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് PSC എന്ന്. അതായത് വളരെയധികം യുവാക്കളുടെ പ്രതീക്ഷയാണ് PSC വഴി കിട്ടുന്ന ജോലി. ആ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിരവധിയായ ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ പ്രതീക്ഷ തല്ലിക്കെടുന്ന തരത്തിലാണ് ചില ആളുകളുടെ പ്രവൃത്തി എന്ന ആരോപണവും ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു.